പരീക്ഷ കാലമാണ്. കുട്ടികൾ പരീക്ഷ എഴുതാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയമാണ്. ഫെബ്രുവരിയിലും മാർച്ചിലൊക്കെ ധാരാളം പരീക്ഷകളുണ്ട്. SSLC പരീക്ഷകൾ, +2 പരീക്ഷകൾ, മദ്രസയിലെ പരീക്ഷകൾ ഒക്കെ. പരീക്ഷയെ നേരിടുന്ന കുട്ടികൾക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ, അതായത് സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് കഷ്ടപ്പെട്ട് പഠിക്കലും ബേജാറും അല്ലേ വെപ്രാളമൊക്കെ ആയിരിക്കും. മനസ്സിന് സമാധാനം കിട്ടാൻ ഞാനൊരു സൂറത്ത് പറഞ്ഞുതരാം. ഒരു സൂറത്ത്, ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നല്ല റാഹത്തോടുകൂടെ ശാന്തമായ മനസ്സോടുകൂടെ നമുക്ക് പരീക്ഷാളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. ഈ സൂറത്ത് 5 തവണ പാരായണം ചെയ്യണം. എന്നിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. പരീക്ഷ ഭീകരമായ ഒരു സാധനമൊന്നുമല്ല. പക്ഷേ കുട്ടികൾക്ക് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയും, പരീക്ഷ ഹാളിൽ പോയി പരീക്ഷയുടെ ചോദ്യ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വെപ്രാളവും, അങ്ങനെ ഉത്തരമൊക്കെ അറിയും, പക്ഷെ ഒന്നും എഴുതാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അതൊക്കെ ഒരു പരീക്ഷാ പേടിയുടെ ഭാഗമാണ്. പരീക്ഷ ഹാളിൽ കുട്ടി അറിഞ്ഞിട്ട് പറയും, എടാ ഇതിൻ്റെ ഉത്തരം എനിക്കറിയായിരുന്നു, ഇതിൻ്റെ ഉത്തരം എനിക്കറിയായിരുന്നു, പക്ഷെ എഴുതാൻ പറ്റിയില്ല. എടാ ഇതിൻ്റെ ഉത്തരം അതേനില്ലേ എന്നൊക്കെ പറയും, പക്ഷെ എഴുതാൻ പറ്റിയില്ല. ആ ഒരു വെപ്രാളം, ആ പരീക്ഷയുള്ള പേടി ഇല്ലാതെയാവാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ കുട്ടികളോട് ഇത് ചെല്ലിപ്പിച്ചിട്ട് പരീക്ഷ ഹാളിലേക്ക് കയറിയാൽ മതി. ഈ പരീക്ഷ ഹാളിൽ ഇരുന്നിട്ട് ഇത് ചെല്ലിയിട്ട് വേണം പരീക്ഷ എഴുതാൻ മോനെ അല്ലെങ്കിൽ മോളെ എന്ന് പറഞ്ഞു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. സൂറത്ത് ഏതാണെന്നറിയോ? എല്ലാവർക്കും സുപരിചിതമായ സൂറത്ത് അലം നശ്റഹ് ലക സദ്റക്, സൂറത്ത് ഷറഹ്. അലം നശ്റഹ് ലക സദ്റക് എന്നുള്ള സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക് ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്ത് ഓതിയാൽ നല്ല സമാധാനം ഉണ്ടാവും. നേരിടാൻ പോകുന്ന പ്രയാസങ്ങളിലേക്ക് അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന വെപ്രാളം ചുരുക്കാൻ ഈ സൂറത്ത് കാരണമാവുമെന്നാണ്. അപ്പോൾ ഈ സൂറത്ത് നിങ്ങൾ പരീക്ഷാ ഹാളിൽ കയറിയതിന് ശേഷമോ കയറുന്നതിന് മുമ്പോ ഒക്കെ ആയിട്ട് ഓതുക. പഠിക്കാനിരിക്കുമ്പോഴും ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഇത് ഹൃദയ വിശാലത ഉണ്ടാവാനുള്ള സൂറത്താണ്. ഇത് ഹൃദയ വിശാലത ഉണ്ടാവാൻ ഈ സൂറത്ത് ഓതിയാൽ മതി. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഇത് ചൊല്ലിക്കോ, അലം നശ്റഹ് ലക സദ്റക് ചൊല്ലിക്കോ. പഠിച്ചതൊക്കെ പെട്ടെന്ന് മനസ്സിലാവാനൊക്കെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുപോലെ വിജയത്തിനുള്ള നിരവധി സൂറത്തുകളുണ്ട്. സൂറത്തുൽ ഫതഹ്, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫതഹ് പാരായണം ചെയ്താൽ അത് വിജയത്തിനുള്ള സൂറത്താണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, വിജയത്തിന് വേണ്ടിയുള്ള സൂറത്താണ്.